അങ്ങോട്ട് തള്ളിയിട്ടില്ല, അങ്ങോട്ട് ഞങ്ങൾ ആരും തള്ളിയിട്ടില്ല. ആ വീഡിയോയിൽ കാണാം. ഇങ്ങോട്ട് ബാക്കിൽ നിന്ന് ഞാൻ തരാം, എന്റെ വീഡിയോ എടുപ്പുണ്ട്. ബാക്കിൽ നിന്ന് വന്ന് ഞങ്ങൾ അവരുടെ സൈഡിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വന്നാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്. ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി, ഞങ്ങളുടെ SFIയുടെ അനുഭാവി ആണെങ്കിലും ഞങ്ങളെ പരിപാടിക്കൊന്നും വലുതായിട്ട് ഇറങ്ങാത്ത ഒരു വിദ്യാർത്ഥി ആ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥിയെ ഇവിടുത്തെ ചെയർമാൻ ഇടിവള വെച്ച് വളരെ മൃഗീയമായ രീതിയിലാണ് തലക്കിടിച്ചത്. ആ വിദ്യാർത്ഥി ഇപ്പോൾ പരിക്ക് പറ്റിയിട്ട് ESA ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഒട്ടനവധി വിദ്യാർത്ഥികളെ വെറുതെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങളെ 2 സാറുമാരെ വെൽഡറെ പഠിപ്പിക്കുന്നതും നമ്മുടെ COPയിൽ പഠിപ്പിക്കുന്ന സാറുമാർ പരാതി കൊടുക്കുന്നുണ്ട്. സാറുമാരെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം സാറുമാരെ വരെ അടിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാവും. വീഡിയോ എടുപ്പുണ്ട്, വിദ്യാർത്ഥികളെ വീഡിയോ എടുപ്പുണ്ട്. ഞങ്ങളെ തരാൻ ഞാൻ വിദ്യാർത്ഥികളുടെ നമ്പർ എന്ന് വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ, വിദ്യാർത്ഥികളും ഇങ്ങനെ തല്ലുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഈ പരിപാടി മനഃപൂർവ്വം തടയാൻ വന്നതൊന്നുമില്ല. ഞങ്ങളടുത്ത് ഇന്നലെ വരെയും പറഞ്ഞു, ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. കൃഷ്ണകുമാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടുത്തെ 3 യൂണിയൻ മെമ്പേഴ്സ് വെറുതെ അല്ല. ഈ ജനറൽ സെക്രട്ടറിയാണ് ഈ പരിപാടി നടത്തണമെങ്കിൽ ഫണ്ട് കൈമാറണമെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ ഒപ്പ് വേണം. ഈ ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് പോലും പറയാതെ ഈ പരിപാടിക്ക് ഇന്നലെ വരെയും പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞ പരിപാടി പെട്ടെന്ന് രാവിലെ അവരുടെ കാൻഡിഡേറ്റ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രവണതയല്ല. ഞങ്ങളടുത്ത് ആലോചിക്കാം, ഞങ്ങളടുത്ത് ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഞങ്ങളടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് പോലെ അവിടെ കാൻഡിഡേറ്റിനെ കൊണ്ടുവരികയായിരുന്നു. അതിനെയാണ് നമ്മൾ ചേർത്ത്. അല്ലാതെ വോട്ട് ചോദിക്കുന്നതിന് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥികളെയും വിലക്കിട്ടില്ല. ഇത് സംഘടന നിരോധിച്ചിട്ട് ക്യാമ്പസ് അല്ല, സംഘടന നിൽക്കുന്ന ക്യാമ്പസാണ്. ഇല്ലില്ല, വളരെ സൗമ്യമായ രീതിയിലായിരുന്നു. സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇതിപ്പം ഞങ്ങളടുത്ത് ഇതാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ചോദിച്ചാലും അറിയാം. കാരണം ഇന്നലെ വരെ പ്രിൻസിപ്പാളിനോട് ചോദിച്ചാലും അറിയാം. ഇന്നലെ വരെ പ്രിൻസിപ്പാളാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ വൈകിട്ട് ക്ലാസ്സിൽ കയറിയപ്പോഴും പ്രിൻസിപ്പാളാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതല്ല, ഇതായിരുന്നു മെയിൻ കാരണം. കാരണം ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് വേറൊരു രീതിയിലാണ് അവർ പെരുമാറിയത്. എന്നിട്ട് അവർ തന്നെയാണ് ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് അവർ തന്നെ ഞങ്ങളെ അടിച്ചെന്ന് പറഞ്ഞ് നടക്കുകയാണ്.